ഞാൻ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ UK ഗവൺമെൻറ് മെയ് മാസം 2025 മെയ്യിൽ പ്രഖ്യാപിച്ച റീസ്റ്റോറിംഗ് കൺട്രോൾ ഓവർ ദ ഇമിഗ്രേഷൻ സിസ്റ്റം എന്ന ധവളപത്രത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊന്നും നിയമങ്ങളായിട്ടില്ല, നിയമമായിട്ട് വരാൻ സമയമെടുക്കും. പഠിക്കാനായിട്ട് UK വരുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റികളെ കുറിച്ച് കാര്യങ്ങളും കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് മോശം കാര്യങ്ങളും ഈ ധവളപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളൊക്കെ ഗൗരവമായിട്ട് തന്നെ പാലിക്കപ്പെടാൻ സാധ്യതയുള്ള നിർദ്ദേശങ്ങളാണ്. അതിന് കാരണം എന്താ വെച്ചെങ്കിൽ ലേബർ പാർട്ടി ഇപ്പോൾ കുറച്ച് സമ്മർദ്ദത്തിലൂടെയും കുറച്ച് സ്ട്രെസ്സിലൂടെയും കടന്നു പോകുന്നൊരു സമയമാണ്. റിഫോം പാർട്ടിയുടെ ഉദയം, കൺസർവേറ്റീവ് പാർട്ടി എന്നുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയെല്ലാം ഒരു ചെറിയൊരു ഇഷ്യൂവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാത്രമല്ല UK വർദ്ധിച്ചു വരുന്ന മൈഗ്രേഷൻ ഒഴിവാക്കേണ്ടത് അവരോട് കടമ കൂടിയാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇതിലെ നിർദ്ദേശങ്ങളെല്ലാം ലേബർ പാർട്ടിക്ക് പാർലമെൻറ്റിൽ പാസ്സാക്കി എടുക്കാനും സാധിക്കും. കാരണം ലേബർ പാർട്ടിക്ക് ഭീമമായ രീതിയിലുള്ള ഭൂരിപക്ഷവും പാർലമെൻറ്റിലുണ്ട്, മറ്റു പാർട്ടികൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു 90% പാസ്സാക്കി എടുക്കാനും സാധ്യതയുണ്ട്. എങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് നിയമമായിട്ട് വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇതിപ്പോഴും ഒരു പ്രപ്പോസലായിട്ട് തന്നെ തുടരുകയാണ്. വളരെ രീതിയിൽ ഭയപ്പെടേണ്ട കാര്യങ്ങളോ മറ്റൊന്നുമില്ല.